2023 രജിസ്റ്റർ ചെയ്ത കൂട്ടബലാത്സംഗ കേസ് 17-കാരിയെ ആക്രമിച്ചത് 5-അംഗ സംഘം. വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുപോയ പെൺകുട്ടിയെ റബ്ബർ തോട്ടത്തിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്തു. സംഭവത്തിന് പിന്നാലെ 4 പേർ അറസ്റ്റിലായി. പിടിയിലായവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. വിചാരണ പൂർത്തിയാക്കി ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു. പക്ഷേ ഈ സംഘത്തിലെ പ്രധാനി അന്നു കടന്നുകളഞ്ഞിരുന്നു. ഒടുവിൽ 2 വർഷം കഴിഞ്ഞ ഒളിവിലായിരുന്ന പ്രതിയെ അടൂർ പോലീസ് പിടികൂടി. തെങ്ങമം സ്വദേശി മനോജിനെ മധുര ശിവഗംഗയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. രജിസ്റ്റർ ചെയ്ത കൂട്ടബലാത്സംഗ കേസ്. ആകെ 5 പ്രതികൾ. ഇതിൽ മനോജ് ഒഴികെ 4 പേരെയും പിടികൂടിയിരുന്നു. 2 വർഷമായി മനോജ് ഒളിവിലായിരുന്നു. മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചാണ് ഇയാൾ കടന്നത്. വീട്ടുകാരുമായി ബന്ധം പുലർത്തിയിരുന്നുമില്ല. ഇതിനിടെയാണ് മനോജ് മധുര ശിവഗംഗയിലുണ്ടെന്ന് വിവരം കിട്ടുന്നത്. രഹസ്യ നീക്കത്തിലൂടെ അവിടെയുള്ളത് മനോജ് തന്നെയാണെന്ന് ഉറപ്പിച്ചു. ഡിവൈഎസ്പി ജി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പിന്നീടുള്ള നീക്കം. കഴിഞ്ഞ 3 വർഷമായിട്ട് പ്രതി അബ്സ്കോണ്ടിങ് ആയിരുന്നു. പലവിധ ശ്രമങ്ങൾ നമ്മൾ നടത്തിയാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഈ പ്രതിയുടെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ടതും ബന്ധുക്കളുമായി ബന്ധപ്പെട്ടതുമായ ഒരുപാട് ആളുകളുടെ ഫോൺ ഡീറ്റെയിൽസുകൾ നമ്മൾ പരിശോധിച്ചെങ്കിലും നാളിതുവരെ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശിവഗംഗയിൽ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നയിടത്താണ് മനോജ് കഴിഞ്ഞു വന്നത്. സഹപ്രവർത്തകനായിരുന്ന കൊല്ലം സ്വദേശിയായിരുന്നു വിവരങ്ങൾ പോലീസിന് കൈമാറിയത്. വെൽഡിംഗ് ജോലി ചെയ്തു വന്ന മനോജിനെ കുറിച്ചുള്ള സർവ്വ വിവരങ്ങളും ശേഖരിച്ച ശേഷം ബുധനാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു ഓപ്പറേഷൻ. 2-3 വർഷം മുമ്പുള്ള പ്രതിയുടെ ഒരു കോൺടാക്ട്സ് നമുക്ക് കിട്ടുകയും ആ കോൺടാക്ട്സിനെ ബേസ് ചെയ്താണ് നമ്മൾ അന്വേഷണം നടത്തിയത്. അതോടൊപ്പം തന്നെ ഈ ഫോട്ടോയും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ വിവിധ ഭാഷകളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ സർക്കുലേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ അടിസ്ഥാനത്തിൽ മധുരയ്ക്കടുത്ത് പ്രതി ഉള്ളതായിട്ട് നമുക്കൊരു വിവരം കിട്ടുകയും ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി അവിടുത്തെ ASP ഹരീഷ് സാറുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരികയും ചെയ്തു. അങ്ങനെയാണ് മിനിഞ്ഞാന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ആ പ്രതിയെ കസ്റ്റഡി എടുക്കാൻ പറ്റിയത്. പക്ഷേ അവിടെ ചെന്ന സമയത്ത് ഒരു 2 മണിയോടുകൂടിയായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയത്. പക്ഷേ അപ്പോഴും ഈ പ്രതി ഉറങ്ങിയിട്ടില്ല, ലൈവായിരുന്നു. എന്തോ ഒരു സംശയം തോന്നിയതാണോ എന്നറിയില്ല. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമം ഉണ്ടായി. അങ്ങനെ പിന്തുടർന്ന് അവരുടെ സഹായത്തോടു കൂടി ഞങ്ങൾ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തത്. അതിസാഹസികമായിരുന്നു തമിഴ്നാട് പോലീസിന്റെ സഹകരണത്തോടെയുള്ള ഓപ്പറേഷൻ. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായാണ് പോലീസ് വിശദീകരിക്കുന്നത്. 2023 മനോജ് ഉൾപ്പെട്ട സംഘം പെൺകുട്ടിയെ കൂട്ടമായി ആക്രമിച്ചു. 5 പേർ സംഘത്തിലുണ്ടായിരുന്നു. ഒരാൾ കുട്ടിയോട് മോശമായി പെരുമാറിയിരുന്നില്ല. വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുപോയ 17-കാരിയെ റബ്ബർ തോട്ടത്തിലെത്തിച്ചായിരുന്നു അതിക്രമം അത്രയും. സംഭവത്തിന് പിന്നാലെ 4 പേരെയും പോലീസ് പിടികൂടിയതാണ്. അന്ന് സ്ഥലത്തുനിന്ന് കടന്നുകളഞ്ഞതാണ് മനോജ്. പിടിയിലായവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിക്കുകയും ചെയ്ത കേസാണ്. ഒരാളെ വെറുതെ വിട്ട കോടതി 3 പേർക്ക് ജീവപര്യന്തം തടവാണ് വിധിച്ചത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.